ഇന്ന വെച്ചലെന്ന് പറഞ്ഞ് അത് നമ്മൾ അന്വേഷിച്ച് പോയി എടുക്കാൻ നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല. അത് ദൈവം ഒരു പ്രത്യേകത വെച്ചാൽ ഒരുപാട് പച്ചിലകൾക്ക് ഈ മുറിവ് പൊരിപ്പിക്കാനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. സാധാരണ പൂച്ചെടിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പൂച്ചെടി എന്ന് പറഞ്ഞ് നിസ്സാര എല്ലായിടത്തും കിടക്കുന്ന പൂച്ചെടിയാണ്, നമ്മൾ നിസ്സാരമായിട്ടാണ് കാണുന്നത്. എന്നാൽ അത് നമ്മൾ ഒന്ന് അതിൻ്റെ തെരുത് ഇല വരച്ച് ഒന്ന് നല്ലോണം കഴിച്ചിട്ട് ഈ മുറിവിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് പൊറുക്കും. കുറച്ചായില്ലേ അതാ ബ്ലഡും അങ്ങ് നിൽക്കും. പിന്നീട് വേറെ ഒരു മരുന്ന് ചെയ്യാതെ തന്നെ അത് പൊറുക്കും. കാര്യം ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ അതൊക്കെ തന്നെ മതി. പിന്നെ പെരുവളം കുറുന്നെന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. നമ്മൾ സാധാരണക്കാണ് പെരുവളം കുറുന്നെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു കുറ്റിച്ചെടിയാണ്, ഇത്ര പൊക്കത്തിൽ വരും. അല്ലെങ്കിൽ കുറച്ച് പൊക്കമൊക്കെ വളർന്നുണ്ടത്. അതിൽ ഇരുന്ന് കുറുന്ന ഇല പറിച്ച് വായിട്ട് ചവച്ച് മുറിവിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പഴി ആ മുറിവ് ചോരയുണ്ടെങ്കിൽ ആ ചോരയും നിൽക്കും. ചോര നിൽക്കാൻ ബെസ്റ്റാണ് ഈ പെരുവളത്തിൻ്റെ കുറുന്ത്. നമ്മൾ മൂക്കിലും കൂടെ ശകലം പിടിക്കണം. പെരുവളം കുറുന്നെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പച്ചിലയിലുണ്ട്. അതെടുത്ത് മുറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കുറുന്ന ഇല പറിച്ച് നല്ല ഒന്ന് കയക്കണം. കയക്കിട്ട് ഒന്ന് മൂക്കിലൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പഴണിക്കും ചോര അപ്പഴണിക്കും. പിന്നെ രണ്ടാമത് ഇതിൽ വെച്ച് കെട്ടുകയാണെങ്കിൽ വെള്ളം വീഴുന്നാലും ഈ മുറിവ് പലുക്കില്ല. ചെറിയ മുറിവൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പണ്ടുള്ള ആൾക്കാർ അങ്ങനെയാണ് മിക്കവാറും ഉള്ളവർക്ക് ചെയ്യുന്നത്. പിന്നെ വലിയ മുറിവാണെങ്കിൽ അന്ന് വൈദ്യനാണ് അന്വേഷിച്ചു